കഴിഞ്ഞ 2-3 ആഴ്ചകളിലായിട്ട് യു.എസിലെ സെമി കണ്ടക്ടർ സ്റ്റോക്സിനകത്ത് നല്ല ഇടിവ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് പ്രത്യേകിച്ചും മെമ്മറി സ്റ്റോക്സിനും നാൻഡ് ഫ്ലാഷ് മെമ്മറിക്കകത്തുമൊക്കെ ഉള്ള ഇടിവ് നല്ലതുപോലെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മൈക്രോണിനകത്തൊക്കെ 25-30% വരെ ഇടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പലർക്കും അതിനകത്ത് നഷ്ടം പോലും സംഭവിച്ചിട്ടുണ്ട്, റെഡ് ആയിട്ട് കാണിക്കുന്നുണ്ട്. കാരണം എന്താണ്? അവർ വളരെ ഉയരത്തിൽ പോയിട്ട് വളരെ ഹൈയിൽ പീക്കിൽ കിടന്നു കഴിഞ്ഞപ്പോഴാണ് പോയി വാങ്ങിയത്. എന്നാൽ ഇത് ഞാൻ പറഞ്ഞു തുടങ്ങിയത് എപ്പോഴാണ്? 500 രൂപ അല്ലെങ്കിൽ 450 രൂപയിൽ മൈക്രോൺ അടിച്ചു വിട്ട് പോകാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും തമാശയായിട്ട് എടുത്തു. അത് അടിച്ചു വിട്ട് 1200 ക്രോസ് ചെയ്തു പോയി. അന്നേരം 1200 1000 മുകളിലായിട്ടൊക്കെ പോയി ഇട്ട് കഴിയുമ്പോൾ എന്ത് പറ്റുമെന്നറിയാവോ? നിങ്ങൾക്ക് ആ ഓവർ ഹീറ്റഡ് മാർക്കറ്റിലാണ് നിങ്ങൾ കൊണ്ട് ജമ്പ് ചെയ്യുന്നത്. അത് എല്ലാവർക്കും പറ്റുന്ന ഒരു പ്രശ്നമാണ്. അത് ഇച്ചിരി ലേറ്റായിട്ട് നമ്മൾ എൻട്രി ചെയ്യും. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള ഈ ഒരു പ്രശ്നത്തിന് അതൊന്ന് അവോയ്ഡ് ചെയ്യാനായിട്ട് ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണണം. ഒരു പ്രാവശ്യം പറ്റ് എല്ലാവർക്കും പറ്റും. പക്ഷേ രണ്ടാമത് അങ്ങനെ ഒരു പറ്റാതിരിക്കാനായിട്ട് എന്ത് ചെയ്യണമെന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഓർത്തിരിക്കണം. അന്നേരം ഈ വീഡിയോ അവസാനം വരെ കണ്ടിരിക്കുക. നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല ഇൻഫർമേഷൻസ് ഈ വീഡിയോയ്ക്കകത്ത് വരും. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ഷോ. ട്രേഡിംഗ് വ്യൂയ്ക്കകത്ത് ചാർട്ടൊക്കെ കാണിക്കുന്നതിന് മുമ്പേ ആദ്യമായിട്ട് ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ആദ്യമായിട്ട് നമ്മൾ ഇടുന്ന സ്റ്റോക്സിൻ്റെ ആ ജാതകം ഫുള്ളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇത് ഏത് മാർക്കറ്റിലാണ് ഇത് പ്രവർത്തിക്കുന്നത്, ഇതിനകത്ത് ഈ സ്റ്റോക്ക് അല്ലെങ്കിൽ ഈ കമ്പനിക്ക് എത്രമാത്രം ഫ്യൂച്ചർ ഓർഡേഴ്സ് ഉണ്ട്, ഇതിൻ്റെ സിക്ലിക്കലാണോ, ഈ കമ്പനിക്ക് ഇനിയും സ്കോപ്പ് എത്രമാത്രം ഉണ്ടെന്നുള്ളൊരു കാര്യം നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലായിരിക്കണം. ഇതിൻ്റെ ഓർഡർ ബുക്ക് എത്ര വലിയതാണ്, ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലെങ്കിൽ എന്താണെന്ന് പറ്റുന്നതെന്നറിയാവോ? നമ്മൾ നമ്മുടെ പണത്തിനോട് ഒരു നീതിയല്ല ചെയ്യുന്നത്. ശരിക്കും ആ ഇടുന്ന കമ്പനിയുടെ ഉടമയാകാൻ നമ്മൾ പോവുകയാണ്. അന്നേരം ഒരു സ്റ്റോക്ക് വാങ്ങിച്ചാലും അതൊരു ഉടമയാണ്, ഒരു ഫ്രാക്ഷൻ ഉടമയാണ്. അന്നേരം ആ ഉടമയാകാൻ പോകുമ്പോൾ ഈ കമ്പനി ശരിക്കും നല്ലതുപോലാണ് ഇത് പ്രവർത്തിക്കുന്നതെന്നുള്ള ഒരു വിശ്വാസം നമുക്ക് വേണം. അന്നേരം ഫണ്ടമെൻ്റൽസ് നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്തിരിക്കണം. ഇതിൻ്റെ മാർക്കറ്റ് സ്കോപ്പ് അറ്റ്ലീസ്റ്റ് ഒരു 2-3 വർഷത്തേക്ക് ഈ കമ്പനി ഇത് താഴോട്ട് വരാൻ പോകുന്നില്ല, മാർക്കറ്റിനകത്ത് ഈ കമ്പനിക്ക് നിലനിൽപ്പുണ്ടെന്നുള്ളൊരു കാര്യം വളരെ ഉറപ്പിച്ചിട്ട് വേണം നമ്മൾ അടുത്ത സ്റ്റെപ്പിനകത്തോട്ട് പോകേണ്ടത്. പിന്നെ വേറെ ഒരു കാര്യം കൂടെ, പലരും അവരുടെ കയ്യിലുള്ള പണം എല്ലാം കൊണ്ട് ഒരു പർട്ടിക്കുലർ സ്റ്റോക്സിനകത്തോട്ട് കൊണ്ടാക്കി. ഇപ്പോൾ മൈക്രോണിനകത്തുള്ള പണം എല്ലാം കൊണ്ടങ്ങ് കിട്ടും. ഇപ്പോൾ നിങ്ങൾക്ക് ലാഭം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലാഭം കൊയ്യാനായിട്ട് പഠിച്ചിരിക്കണം. ഒരിക്കൽ പോലും നമ്മൾ ആ ദ്രവ്യാഗ്രഹം അല്ലെങ്കിൽ അത്യാഗ്രഹം എന്ന് പറഞ്ഞ ആ ഒരു സൈക്കിളിനകത്ത് കയറി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കറക്റ്റ് സമയത്തിന് എക്സിറ്റ് ആകാതെ പെട്ടുപോകും. അപ്പോൾ ഇപ്പം ഞാനൊരു എക്സാമ്പിൾ എടുക്കുകയാണ്. ഇപ്പോൾ നമുക്കൊരു 5-8 സ്റ്റോക്സ് ഉണ്ടെന്ന് വിചാരിച്ചു. ആ സ്റ്റോക്സിനകത്ത് എല്ലാം സെമി കണ്ടക്ടർ സ്റ്റോക്ക് ആണെന്ന് വിചാരിച്ചു. അന്നേരം സെമി കണ്ടക്ടർ മാർക്കറ്റ് ഇടിഞ്ഞു പോകുമ്പോൾ എന്താ നടക്കുന്നത്? നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന സ്റ്റോക്സ് എല്ലാം കൂടെ ഇടിയും. അന്നേരം ഇമ്മീഡിയറ്റ്ലി നമ്മൾ ഇത് ഇടിയുന്ന കണ്ടുകൊണ്ടിരിക്കണോ? ഇത് ഇടിയുന്ന കണ്ടുകൊണ്ടിരിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ എക്സ്ട്രാ കുറേ പണം കൂടെ വേണം. ബിക്കോസ് ചിലപ്പോൾ ഒക്കെ നമുക്ക് ആവറേജ് ചെയ്യേണ്ടതായിട്ട് വരും. അന്നേരം ആവറേജ് ചെയ്യാൻ പണമില്ല, നമ്മുടെ ഫുൾ പണം അതിനകത്തോട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒരു നല്ല ലാഭം പ്ലസ് പോയിന്റിൽ കിടക്കുന്ന കുറേ സ്റ്റോക്സ് ഉണ്ടല്ലോ, അതങ്ങ് നമ്മൾ വിറ്റ് ലാഭം അങ്ങ് കൊയ്യണം. ഇപ്പം പണ്ട് നമ്മൾ വിചാരിച്ച ലാഭമൊന്നും കിട്ടിയില്ലെങ്കിലും നഷ്ടത്തിലല്ലേ എന്നാൽ അതങ്ങ് കൊയ്യണം. അന്നേരം നമുക്ക് ഈ ഇടുന്നതിനകത്ത് എല്ലാം ഫണ്ടമെൻ്റൽസ് നല്ലതാണെങ്കിൽ പോലും നമുക്ക് ആവറേജ് ചെയ്യാൻ പണം വേണം. അന്നേരം ആ ഒരു പണത്തിന് നമുക്ക് സോഴ്സ് എവിടുന്നാണ് കിട്ടുന്നത്? നമ്മൾ ഈ ലാഭത്തിൽ കൊയ്തതിൻ്റെ തന്നെയാണ് സോഴ്സായിട്ട് നമ്മൾ പോയി കൊണ്ടിടേണ്ടത്. അല്ലെങ്കിൽ അടുത്ത ഓപ്ഷൻ എന്താണ്? നമ്മുടെ ഈ ധാരാളം വേറെ പണം കാണണം. അന്നേരം ആ പണം കൊണ്ട് പമ്പ് ചെയ്യാനായിട്ട് ഒരു പ്രശ്നമില്ലെങ്കിൽ പിന്നെ ആ ഒരു പ്രശ്നം നമുക്ക് വരുത്തി. പല പ്രേക്ഷകരുടെയും ചോദ്യത്തിന് മറുപടിയായിട്ട് തന്നെയാണ് ഈ വീഡിയോ തരുന്നത്. അന്നേരം അവരുടെ ചില ചോദ്യങ്ങൾക്ക് മറുപടിയും കൂടെ ഇതിനകത്ത് പ്രതീക്ഷിച്ചോണം. അന്നേരം ആദ്യമായിട്ട് ട്രേഡിംഗ് വ്യൂ എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റ് ഉണ്ട്. അവിടെ പോയിട്ട് നമ്മൾ ലോഗിൻ ചെയ്യണം. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് അതിനകത്ത് വഴി നമുക്ക് അകത്തോട്ട് പോകാൻ പറ്റും.
അതേപോലെ തന്നെ ട്രേഡിംഗ് വ്യൂവിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻസ് ഉണ്ട്. മൊബൈൽ ആപ്ലിക്കേഷൻസിനകത്ത് പേയ്മെൻറ്റ്സ് ഒക്കെ കൊടുക്കേണ്ടി വരും. ഇതിനകത്ത് പേയ്മെൻറ്റ് ഓപ്ഷൻ ഉണ്ട്. നമുക്ക് കൂടുതൽ ഫെസിലിറ്റി വേണമെങ്കിൽ പേയ്മെൻറ്റ്സ് കൊടുക്കണം. പക്ഷേ ഒരു ഫ്രീ ഓപ്ഷൻ ഉണ്ട്. ഫ്രീ ഓപ്ഷൻ മതി നമുക്കിപ്പം തൽക്കാലം ഞാനീ പറയാൻ വരുന്ന സാധനങ്ങളൊക്കെ കാണിച്ചു തരാനും നിങ്ങൾക്കത് ഉപയോഗിക്കുവാനായിട്ട്. അന്നേരം ആദ്യമായിട്ട് നമ്മൾ പോകുന്നത് ട്രേഡിംഗ് വ്യൂ എന്ന് പറഞ്ഞ വെബ്സൈറ്റിലോട്ട് പോകും. അന്നേരം ട്രേഡിംഗ് വ്യൂവിനകത്ത് പോയി കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്ത് സെർച്ച് എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട്. സെർച്ചിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു സ്റ്റോക്കിൻ്റെ പേര് അങ്ങോട്ട് ഇട്ടാൽ മതി. അന്നേരം അത് വരും. നമ്മളിപ്പം മൈക്രോണിനെ പറ്റിയാണല്ലോ പറഞ്ഞത്. അന്നേരം മൈക്രോൺ മുകളിൽ തന്നെ ഉണ്ട്. അന്നേരം അത് നമുക്കൊന്ന് ലോഞ്ച് ചെയ്തേക്കാം ഇതിൻ്റെ ചാർട്ട്. അന്നേരം മൈക്രോണിൻ്റെ ചാർട്ട് വന്നു. മൈക്രോണിൻ്റെ ചാർട്ട് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ കുറേ വരയും കുരയൊക്കെ നിങ്ങൾക്ക് കാണാമല്ലോ. ഇതിനകത്ത് റിയലി വരുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാൻഡിൽ സ്റ്റിക്കുണ്ട്. കാൻഡിൽ സ്റ്റിക്ക് ചാട്ടെന്നാണ് പറയുന്നത്. ഈ ചുവപ്പും ഈ പച്ചയെന്നും പറഞ്ഞ കാൻഡിൽ സ്റ്റിക്ക് ചാട്ടുണ്ട്. അന്നേരം ഇതിനകത്ത് ഞാൻ ഈ വരയും കുരയൊക്കെ ഉള്ള ഭാഗം അങ്ങ് ഓഫ് ചെയ്തേക്കാം. അന്നേരം പിന്നെ വലിയ പ്രശ്നം വരത്തില്ലല്ലോ. ഇതങ്ങ് ഓഫ് ചെയ്തു. അന്നേരം ഇതാണ് കാൻഡിൽ സ്റ്റിക്ക് ചാർട്ട്. അന്നേരം ഈ പച്ച കാൻഡിലുണ്ട്, ചുവപ്പ് കാൻഡിലുണ്ട്. ഈ ഓരോ ദിവസത്തിൻ്റെ മോഷൻസ് അല്ലെങ്കിൽ മൂവ്മെൻറ്റിനെ കാണിക്കുന്ന ഈ സ്റ്റിക്സാണ് കാൻഡിൽ സ്റ്റിക്ക് എന്ന് പറഞ്ഞത്. രണ്ട് തരമുണ്ട്, പച്ചയുണ്ട് ചുവപ്പുണ്ട്. അന്നേരം ഇതിനകത്ത് പച്ച എന്തിനാ സിഗ്നിഫൈ ചെയ്യുന്നു, ചുവപ്പ് എന്തിനാ സിഗ്നിഫൈ ചെയ്യണം എന്നുള്ള കാര്യം അത് ഈ ഒരു ഡയഗ്രാം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇതിനകത്ത് ഇത് പച്ചയാണെങ്കിൽ ആ ദിവസം ഇത് മുകളിലോട്ട് പോയെന്നാണ്, അല്ലെങ്കിൽ അതിൻ്റെ പ്രൈസ് മുകളിലോട്ട് പോയി. അന്നേരം ഇത് പ്രൈസ് മുകളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ താഴത്തെ ലെവലിലാണ് അത് ഓപ്പൺ ചെയ്ത് ഈ മുകളിലത്തെ, ഇപ്പം എൻ്റെ കർസർ നോക്കി, ഈ മുകളിലത്തെ ലെവലിലാണ് അത് ക്ലോസ് ചെയ്ത്. പക്ഷേ ആ ഒരു ഫുൾ ദിവസത്തിൻ്റെ മോഷൻസ് നോക്കിക്കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു സമ്മറി ആണല്ലോ ഈ സാധനം. അന്നേരം ഈ ഒരു ദിവസം, ആ ഒരു പർട്ടിക്കുലർ ദിവസം അത് ഈ ലെവൽ വരെ പോയിട്ടുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് അതിനെ ഇടിച്ച് താഴെ ഈ ലെവൽ, ഈ ബോക്സിനകത്തോട്ട് കയറ്റി. മനസ്സിലായോ? അതുപോലെ തന്നെ ആ ഒരു ദിവസം ഇത് ഈ ലോ ലെവൽ വരെ പോയിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും പുഷപ്പ് ചെയ്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിയറും ബുൾസിൻ്റെ ആ മൂവ്മെൻറ്റ്സിനകത്ത് അതിനെ മുകളിൽ നിന്ന് വലിക്കുന്ന ആരാണ്? ബെയർസാണ്. താഴെ നിന്ന് പൊക്കുന്ന ആരാണ്? ബുൾസ് ആണല്ലോ. അതുപോലെ തന്നെ ഇതിനകത്ത് നോക്കണം. ഇതിനകത്ത് ഓപ്പൺ മുകളിൽ നിന്നാണ്. മുകളിൽ നിന്ന് ഓപ്പൺ ചെയ്തു, താഴത്തെ ലെവലിൽ ക്ലോസ് ചെയ്തു. എന്നിട്ട് അതുപോലെ തന്നെ ഇത് മുകളിൽ പോയത് അപ്പർ വീക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടം വരെ ടോട്ടൽ ഹൈ വന്നു, ഇവിടെ ടോട്ടൽ ലോ വന്നു. പക്ഷേ ഇവിടാണ് ക്ലോസ് നടന്നത്. അന്നേരം ഇതാണ് നമ്മുടെ പൊതുവെ ഒരു കാൻഡിൽ സ്റ്റിക്ക് കാണുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാകേണ്ടത്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു കാൻഡിൽ സ്റ്റിക്ക് ചാർട്ട് കാണുമ്പോഴത്തേക്ക് പിന്നെ താഴെ ഇങ്ങനെ വോളിയൂംസ് ചാർട്ടുണ്ട്. വോളിയൂംസ് ചാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ടില്ലേ, ചുവപ്പ് വോളിയം കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ദിവസം കൂടുതലും വിൽപ്പന നടന്നതിൻ്റെ ആ വോളിയൂമിൻ്റെ ലെവലാണ് കാണിക്കുന്നത്. പച്ച കാണിക്കുന്ന ആ ദിവസം വാങ്ങലാണ് കൂടുതലും നടന്നിട്ടിരിക്കുന്നത്. അതിന് അതിൻ്റെ ആ വോളിയം കൂടെയാണ് കാണിക്കുന്നത്. ടോട്ടൽ വോളിയമാണ് കാണിക്കുന്നത്. പക്ഷേ ആ ഗ്രീനും റെഡും കളറ് അത് വിൽപ്പന കൂടിയോ അതോ വാങ്ങൽ കൂടിയോ എന്നാണ് നമ്മളെ കാണിപ്പിക്കുന്നത്. അന്നേരം ഈ ഒരു പരിപാടി മനസ്സിലായല്ലോ. ഇപ്പം നമുക്ക് ഒരു ഇങ്ങനെ ഈ ഒരു ഇൻഡിക്കേറ്റർ ഉണ്ട്, ഈ സാധനം. അതിലോട്ട് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേ അത് എത്ര ദിവസത്തിൻ്റെയാണ്, ഈ 1 ഡേ 1 വീക്ക് 1 മന്ത് 4 hours ഇങ്ങനെയൊക്കെയുള്ള. ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു 3 മാസത്തെ എടുത്ത് നോക്കി കഴിയുമ്പോഴത്തേക്ക് ഇതേ രീതി ചാർട്ട് വരും. ഇതിനകത്ത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വലിയതായിട്ട് മനസ്സിലാകത്തില്ല. പക്ഷേ ഒരു കാര്യം മനസ്സിലാകണം, കഴിഞ്ഞ 3 മാസത്തെ ഇവിടെ കിടന്നത് ഇങ്ങോട്ട് കയറി പോയിട്ടുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാകണം. അത്രമാത്രം ഹൈയിലാണ് ഇത് വെച്ച് പിടിച്ച് പോയിട്ടുള്ളത്. പക്ഷേ പൊതുവെ നമ്മൾ എന്തെങ്കിലും ഒരു അനലൈസിസ് ചെയ്യുമ്പം ഒരു ഡെയിലി ചാർട്ടാണ് നമ്മൾ പൊതുവെ നോക്കുന്നത്. അല്ലാതെ ചില സിറ്റുവേഷൻസിലൊക്കെ നമ്മൾ അവർലി നോക്കിയെന്നിരിക്കും, വീക്ക്ലി നോക്കിയെന്നിരിക്കും. അങ്ങനെയൊക്കെ പല സമയങ്ങളിൽ നമ്മൾ നോക്കിയിരിക്കും. പിന്നെ ഇതിനകത്ത് ഈ ചാർട്ട് കാണുമ്പോൾ നമുക്ക് പൊതുവേ കാണുന്നത് എന്താണ്? ഈ വാങ്ങൽ നല്ലപോലെ പോയിട്ടുണ്ട്. ഇവിടെ ഭയങ്കരമായിട്ട് വാങ്ങൽ നടന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ വിൽപ്പനയുടെ ആ ഒരു പരിപാടി അങ്ങ് നല്ലപോലെ നടന്നിട്ടുണ്ട്. വാങ്ങൽ 1 2 3 ദിവസമൊക്കെ ഉള്ളു നടക്കുന്നത്. ഇതെന്നാണ് നടന്നിരിക്കുന്നത്? ഇവിടെ ആയിരുന്നു മൈക്രോണിൻ്റെ റിസൾട്ട്സ് ഡിക്ലെയർ ചെയ്ത്. അത് കഴിഞ്ഞിട്ട് നല്ലപോലെ പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് എപ്പോൾ വാങ്ങണം, എപ്പോൾ വിൽക്കണം എന്നുള്ളൊരു കാര്യം അതാരെങ്കിലും നമ്മളോട് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറഞ്ഞു തരാൻ ആളുണ്ട്. ആ പരിപാടിയുടെ പേരാണ് ഇൻഡിക്കേറ്റേഴ്സ്. ഈ ഇൻഡിക്കേറ്റേഴ്സിനകത്ത് നമ്മൾ പോയി ക്ലിക്ക് ചെയ്യണം കേട്ടോ. ക്ലിക്ക് ചെയ്യുമ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടെന്നറിയാം. ഞാൻ യൂഷ്വലി യൂസ് ചെയ്യുന്ന പല ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ആ ഒരു ലിസ്റ്റാണ് ഇവിടെ കൊണ്ട് ഇട്ടിരിക്കുന്നത്.
അന്നേരം നിങ്ങൾക്കും വേണമെങ്കിൽ വാങ്ങാം. ഇത് വാങ്ങുന്നതല്ല, ഇത് ഫ്രീ ആയിട്ട് കിടക്കുന്നതാണ് കേട്ടോ. അന്നേരം ആദ്യമായിട്ട് ഈ സൂപ്പർ ട്രെൻഡ് എന്ന് പറഞ്ഞ ഒരു ഇൻഡിക്കേറ്റർ ഉണ്ട്. ഈ സൂപ്പർ ട്രെൻഡ് പലതും ഉണ്ട് കേട്ടോ. അന്നേരം സൂപ്പർ ട്രെൻഡിനകത്ത് കിവ്യാൻ സി ഓസെ ബ്ലിജിക് എന്ന് പറഞ്ഞ അദ്ദേഹം ഉണ്ടാക്കിയ സൂപ്പർ ട്രെൻഡിൻ്റെ ആ ഇൻഡിക്കേറ്ററാണ് നമ്മൾ വാങ്ങേണ്ടത്. അന്നേരം ഇത് നമ്മൾ അങ്ങോട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് പറ്റും, നമ്മുടെ ഈ ഒരു സൂപ്പർ ട്രെൻഡിൻ്റെ ഇൻഡിക്കേറ്റർ കണ്ടില്ല. ഇതിനകത്ത് എന്താണ് ഇത് പറയുന്നത്? ഇത് പറയുന്നത് ഈ ഭാഗത്ത് നിങ്ങൾ വാങ്ങുക, ഈ ഭാഗത്ത് നിങ്ങൾ വിൽക്കുക. ഈ ഭാഗത്ത് വിൽപ്പനയ്ക്കുള്ള ഇൻഡിക്കേഷനാണ് കൊടുത്തിരിക്കുന്നത്. മനസ്സിലായോ? അന്നേരം പിന്നെ അത് ബൈയും സെല്ലും ഉള്ള ഇൻഡിക്കേഷൻ ഓൾറെഡി തന്നിട്ടുണ്ട്. അന്നേരം ഇത് മാത്രം കണ്ടു കഴിഞ്ഞാൽ വാങ്ങണോ വിൽക്കണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. വേറെ പല ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, RSI എന്നൊക്കെ പറഞ്ഞ ഇൻഡിക്കേറ്റർ ഉണ്ട്. അത് ഞാൻ വേറെ വീഡിയോക്കകത്തൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാനീ പലപ്പോഴും ഞാനിപ്പം പറയുന്നതൊക്കെ ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണെന്നേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ പഴയ വീഡിയോസിനകത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതും കിട്ടും. പിന്നെ അടുത്തൊരു ഇൻഡിക്കേറ്ററാണ് ഈ സ്റ്റോക്കാസ്റ്റിക് എന്ന് പറഞ്ഞ ഇൻഡിക്കേറ്റർ. അതിനകത്ത് എവർഗെറ്റ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൻ്റെ വേണം നിങ്ങൾ എടുക്കേണ്ടത്. അന്നേരം ഇതാണ് ഞാൻ അങ്ങോട്ട് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു കേട്ടോ, ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വന്നു. അന്നേരം ഇതിനകത്ത് നിങ്ങൾക്ക് ഇച്ചിരി ഒരു മോഡിഫിക്കേഷൻ നടത്താനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എടുത്തു കഴിയുമ്പോൾ ഇതിങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് ഇതിൻ്റെ ഈ പ്രോപ്പർട്ടീസ് ഉണ്ടല്ലോ, അവിടെ വന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാം, ഈ D എന്ന് പറയുന്നത് 3-ലോട്ട് ഇടണം. എന്നിട്ട് സ്മൂത്ത് എന്ന് പറയുന്നത് D എന്ന് പറയുന്നത് 4-ലോട്ട് ഇടണം. സ്മൂത്ത് എന്ന് പറയുന്നത് ഇതൊന്ന് 5-ലോട്ട് ഇടണം. മനസ്സിലായോ? പിന്നെ ഇതിനകത്ത് ഈ ഷോ ഹിസ്റ്റോഗ്രാം, അന്നേരം ഹൈലൈറ്റ് മിഡിൽ ലൈൻ ക്രോസ് ഓവർ എന്ന് പറഞ്ഞ സാധനം അതങ്ങ് ഓഫാക്കിയേക്കണം. അതിൻ്റെ വലിയ ആവശ്യമൊന്നുമില്ല. പിന്നെ സ്റ്റൈൽ ഏകദേശം അതുപോലൊക്കെ തന്നെ ഇരിക്കട്ടെ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ. അന്നേരം ഇതിനകത്ത് എന്താണ് കാണിക്കുന്നത്? നമുക്കൊരു ഡബിൾ കൺഫർമേഷൻ വേണ്ട. ഇത് നമ്മൾ RSI എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അതിൻ്റെ തന്നെ ഒരു വകഭേദമാണ്. പക്ഷേ അതേസമയം ഇതിൻ്റെ എനർജി ലെവലും കൂടെ കാണിക്കുന്നുണ്ട്. ഈ എനർജി ലെവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടോപ്പിൽ ഇത് എത്തിക്കഴിയുമ്പോൾ, ഈ പച്ച സാധനം ടോപ്പിൽ എത്തിക്കഴിയുമ്പോഴത്തേക്ക് അത് ടയേർഡായി പോയെന്നാണ് കാണിക്കുന്നത്. അതിൻ്റെ ഒരു എനർജി കൂടിയാണ് താഴെ നിന്ന് മുകളിലോട്ട് വന്നത്. പക്ഷേ ഇവിടം വരെ ആകുമ്പോഴത്തേക്ക് ടയേർഡായി പോയി. അന്നേരം ഇതിനകത്തും ടയർനെസ് കാണിക്കുന്നുണ്ട്. ടയർനെസ് കാണിക്കുന്നതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മളിപ്പം വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കാതെ പെട്രോൾ ഇല്ല എന്നുള്ള ഒരു ഗതി വരുമല്ലോ, അതേ രീതിയിൽ തന്നെയാണ്. അല്ലെങ്കിൽ പെട്രോൾ കുറഞ്ഞു പോയെന്നുള്ള ഗതി വരും. അതേ രീതിയിൽ നമ്മൾ കണക്കാക്കിയാൽ മതി. പക്ഷേ എന്നാൽ പോലും ഇതിനകത്ത് എങ്ങനെയോ പിടിച്ച് വലിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. പക്ഷേ പിന്നെ ടയർഡ്നെസ് കൂടി വരുന്നുണ്ട്. ഈ ഭാഗം കഴിഞ്ഞ് ടയർഡ്നെസ് കൂടി, പിന്നെ ഇവിടെ ഇച്ചിരി പൊങ്ങി, പിന്നെ ടയർഡ്നെസ് കൂടി, പിന്നെ താഴോട്ട് പോയി. അന്നേരം നമുക്ക് ഏകദേശം ഇതൊരു ഐഡിയ കിട്ടും. ഇതിന് ബേസിക്കലി ബുൾസ് ആൻഡ് ബെയർസിൻ്റെ ഒരു ഇൻഡിക്കേറ്ററാണ് തരുന്നത്. അന്നേരം ഇതിനകത്ത് ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അതുകൊണ്ട് ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മളൊരു വിൽപ്പന നടത്തി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ മാക്സിമം കറക്റ്റായിട്ട് മുകളിൽ കിടക്കുമ്പോഴാണ് നമ്മൾ വിറ്റെന്നുള്ള കാര്യം നമുക്കറിയണം. പിന്നെ ഇപ്പം ഇത് താഴോട്ട് വന്നു, താഴെ വന്നിട്ട് ഒരു കൊച്ചൊരു ഇൻഡിക്കേറ്റർ വന്നു വാങ്ങണം എന്നുള്ളത്. പക്ഷേ ഇമ്മീഡിയറ്റ്ലി നമ്മൾ ആ ഇൻഡിക്കേറ്റർ കാണുമ്പോൾ ഉടനെ വാങ്ങരുത്. ഒരു 2-3 ദിവസം ഒന്ന് വെയിറ്റ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. നമുക്കൊക്കെ പലർക്കും പറ്റുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ആരെങ്കിലും വാങ്ങാൻ പറയുമ്പോഴത്തേക്കും ഇമ്മീഡിയറ്റ്ലി അങ്ങ് വാങ്ങുകയാണ്. നല്ല സ്റ്റോക്ക് തന്നെ വാങ്ങേണ്ട കറക്റ്റ് സമയത്തിന് വാങ്ങിയില്ലെങ്കിൽ നമ്മൾ പലപ്പോഴും സ്റ്റക്കായി പോകും. പിന്നെ ഒത്തിരി നാൾ കാത്തുകൊണ്ടിരിക്കണം. അന്നേരം അതുപോലെ തന്നെ ഇത് ഇങ്ങനെ താഴോട്ട് വീണ് പോവാണ്. പിന്നെ ഇത് റെഡിൻ്റെ സിഗ്നൽ തന്നെയാണ് കാണിക്കുന്നത്. ഈ റെഡ് വളഞ്ഞു തിരിഞ്ഞാണ്ട് ഇതുപോലെ ഒരു ഗ്രീൻ സിഗ്നൽ വന്നു കഴിഞ്ഞാൽ ഇച്ചിരി കൂടെ ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു ഗ്രീൻ ആകുമ്പം അന്നേരം കയറി വാങ്ങുക. എന്നിട്ട് പിന്നെ നമ്മളിത് മുകളിലോട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്ത് ബൈ ഉണ്ട്. ഇനി ബൈ സിഗ്നൽ എക്സോസ്റ്റ് ആകുന്നില്ല, ഇവിടെ ബൈ സിഗ്നൽ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെ വീക്ക്നെസ് കാണിക്കുന്നുണ്ട്, എനർജി ലെവൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന്നേരം നമ്മൾ വിൽക്കണമെന്നൊന്നും ഇല്ല കേട്ടോ. അത് താഴോട്ട് വരുമ്പോൾ വിൽറ്റാൽ മതി. പക്ഷേ ഇവിടെ ആ സിഗ്നൽ നമുക്ക് പോസിറ്റീവായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിഗ്നൽ ഇവിടെ വരുമ്പോഴാണ് നമുക്ക് അടുത്തൊരു സെൽ സിഗ്നൽ കിട്ടുന്നത്. അന്നേരം ഇവിടെ നമ്മൾ വിറ്റായിരുന്നെങ്കിൽ കുഴപ്പമില്ല, അത് കറക്റ്റ് സ്ഥലത്താണ്. ഇവിടെയും സെല്ലും ഇവിടെ ആ റെഡിൻ്റെ ആ ഒരു മൂവ്മെൻറ്റ് വരുന്നത്. അന്നേരം ഓരോ ദിവസം കാത്തിരിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ ദിവസവും നമുക്കൊന്ന് മോണിറ്റർ ചെയ്യണം. പക്ഷേ അതേസമയം ഈ റെഡും ഈ ബൈയും സെല്ലും സിഗ്നൽ വരുമ്പോൾ ഉടനെ കയറി വാങ്ങേണ്ട കാര്യമില്ല. ഒരു 2-3 ദിവസം ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുക. ചിലപ്പോൾ അത് ഇമ്മീഡിയറ്റ്ലി ഒരു ഫോൾസ് സിഗ്നലായിട്ട് വരും, അതങ്ങ് പിന്നെ റിവേഴ്സ് ആയെന്നിരിക്കും. എന്നിട്ട് ഇവിടെ നമുക്കൊരു റിവേഴ്സ് കണ്ടല്ലോ, അതുപോലെ ഒരു പറ്റാതിരിക്കാനാണ് ഞാനീ പറയുന്നത്. ഒരു 2-3 ദിവസമൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ കറക്റ്റ് സിഗ്നലിനകത്ത് കയറിപ്പോകും. അപ്പോൾ നമ്മൾ ഈ സിഗ്നൽസ് നോക്കി കഴിഞ്ഞിട്ട് നമ്മൾ വാങ്ങിക്കഴിയുമ്പോൾ നമുക്ക് തികച്ചും നഷ്ടം സംഭവിക്കാനുള്ള ചാൻസൊക്കെ വളരെ കുറവാണ്.
അത് നിങ്ങൾക്ക് മനസ്സിലാകും. ഈ കാണിച്ച സിഗ്നൽസിന് പുറമേ ആയിട്ട് വേറെ ഒരു കോഷനും കൂടെ നമ്മൾ എടുക്കേണ്ടിയിരിക്കുന്നത്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രെഞ്ചസ് ആയിട്ട് വാങ്ങുക, ട്രെഞ്ചസ് ആയിട്ട് വിൽക്കുകയാണ്. നമ്മുടെ കയ്യിൽ ഒരു 10 ലക്ഷം രൂപ ഉണ്ട്, ഒരു സ്റ്റോക്കിൽ കൊണ്ട് ഇടണമെന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ടുള്ള സമയം വന്നു എന്നാൽ പോലും അത് ഫുള്ള് ഒറ്റയടിക്ക് അങ്ങ് ഡിപ്ലോയ് ചെയ്യുന്നതിനെക്കാട്ടിയും ഭേദം നമ്മൾ ഈ ട്രെഞ്ചസ് ആയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് 10 ലക്ഷമാണെങ്കിൽ ഒരു 3 ലക്ഷം ഒരിടത്ത് കൊണ്ടിടുന്നു, ഒരു സമയത്ത് കൊണ്ടിടുന്നു. അത് കഴിഞ്ഞിട്ട് ഇച്ചിരൂടെ ഒരു മൂവ്മെൻറ്റ് നടക്കുമ്പം ആ പച്ചക്കകത്ത് തന്നെ കൊണ്ടിടണം. അതുപോലെ തന്നെ ഇച്ചിരൂടെ മുമ്പോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പച്ചക്കകത്ത് തന്നെ നമ്മൾ കൊണ്ടിടണം. അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇച്ചിരി കോഷനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തിരികെ മറിയാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ നമ്മളത് വിഡ്രോ ചെയ്യുകയാണ്. അങ്ങനെ ഒരു കൺട്രോൾ നടത്തുകയാണ്. അതുപോലെ തന്നെ വിൽപ്പനയുടെ സമയത്തും നമ്മളെല്ലാം കൂടെ ഏറ്റവും അവസാനം കൊണ്ട് വിൽക്കണമെന്നുള്ള ഒരു നിർബന്ധമൊന്നും ചെയ്യേണ്ട കാര്യമില്ല. കറക്റ്റായിട്ട് നമുക്കൊരു ശരിയായിട്ടുള്ള പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് എക്സിറ്റ് ആകണം. എന്നിട്ട് ബുക്ക് പ്രോഫിറ്റ് ഫോർ ദാറ്റ് ഒരു 3 ലക്ഷം ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്. അന്നേരം ആ ഒരു പ്രോഫിറ്റ് നമ്മൾ ഏറ്റെടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇച്ചിരൂടും വെയിറ്റ് ചെയ്യുക അടുത്ത പ്രോഫിറ്റ്. ഏറ്റവും അവസാനം അതങ്ങ് നമുക്ക് ആ റെഡിലോട്ട് തുടങ്ങുന്നതിന് മുമ്പായിട്ട് അന്നേരം നമ്മളങ്ങ് എക്സിറ്റ് ചെയ്യുകയാണ്. അങ്ങനെ നടക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് അറിയാമോ? നമുക്ക് ഈ മിഡ് വേ റിവേഴ്സലിനകത്തൊക്കെ നമുക്ക് ഇച്ചിരി മാനിപ്പുലേറ്റ് ചെയ്യാനും നമ്മുടെ കയ്യിൽ ഇച്ചിരി സ്റ്റോക്കായിട്ട് കുറേ പണം വെക്കാനും ഉള്ള ഒരു ചാൻസ് ഒക്കെ ഉണ്ട്. അതേസമയം ഇത് നമ്മൾ ഒരു സ്റ്റോക്ക് അല്ലല്ലോ മേടിക്കുക, ഒന്നിലധികം വേറെ പല സ്റ്റോക്സ് ഉണ്ട്. അന്നേരം അങ്ങോട്ട് വരെ ഇൻവെസ്റ്റ്മെൻറ്റ് റൊട്ടേറ്റ് ചെയ്യണം. ഈ പലപ്പോഴും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഫേംസ് ഒക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ദേ റൊട്ടേറ്റ് ദെയർ ഇൻവെസ്റ്റ്മെൻറ്റ്സ്. അതിൻ്റെ അർത്ഥം ഇപ്പോൾ മൈക്രോൺ താഴെ വീണതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആ പണമെല്ലാം ഒരു പോക്കറ്റിൽ കൊണ്ടിടുന്നില്ല, വേറെ താഴെ കിടക്കുന്ന സ്റ്റോക്സിനകത്തോട്ട് കൊണ്ട് ഇടുകയാണ്. അന്നേരം അവിടെ നിന്ന് ഒരു ഫണ്ട് കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് അങ്ങനെ ഇട്ടാണ് ഒരു റൊട്ടേറ്റ് ചെയ്യുന്നത്. നമുക്കറിയാമല്ലോ സ്പേസ് എക്സിൻ്റെ സമയത്ത് എന്ത് പറ്റി? സ്പേസ് എക്സിനകത്ത് എനിക്ക് പേഴ്സണലി ഒരു കൺവിക്ഷൻ ഇല്ല. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞപ്പോൾ 120 കിടക്കുന്നുണ്ട്, അത് 200 പോയെന്നാണ് എൻ്റെ തോന്നൽ. അന്നേരം അതിനകത്ത് ഒരു ലിസ്റ്റിംഗ് ഗെയിൻസ് കുറേ പേർക്കൊക്കെ കിട്ടിക്കാണും. പക്ഷേ ഇന്നും ആ സ്റ്റോക്കിനകത്ത് വലിയ കൺവിക്ഷൻ ഇല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് മാക്സിമമായിട്ട് എലോൺ മസ്ക് പറയുന്നത് അതിനകത്ത് AI രംഗത്തിലാണ് പ്രവർത്തിക്കുന്നത്. AI രംഗത്ത് പ്രവർത്തിക്കുന്ന ഏതാണ്? ഗ്രോക്കാണ്. ഈ ഗ്രോക്കിനകത്ത് എന്തെങ്കിലും പ്രത്യേകിച്ച് കൺവിക്ഷൻ ഉണ്ടോ മറ്റു കമ്പനികളെ അപേക്ഷിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അതുകൊണ്ടാണ് അവർ പലയിടത്തും റെൻ്റലായിട്ടാണ് കൊടുക്കുന്നത്. ആന്ത്രോപ്പിക്കിനും ഓപ്പൺ AIക്കും ഒക്കെ റെൻ്റലായിട്ട് അവരുടെ റാക്സ് കൊടുക്കേണ്ടി വരുന്നു. അതുപോലെ നമ്മൾ ഏത് കമ്പനിക്കകത്ത് ഇൻവെസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാലും അതിൻ്റെ ഫണ്ടമെൻ്റൽസ് നോക്കുകയാണ്. നമുക്ക് കൺവിക്ഷൻ ഉണ്ടെങ്കിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പം ആ ബെൽ ഐക്കൺ അടിക്കാൻ പറ്റില്ലേ. സോ ടിൽ യു മീറ്റ് അഗൈൻ, പീസ്.